നമസ്കാരം, ഞാൻ ജോയ്. ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന തരത്തിലാണ് ഫോട്ടോഗ്രാഫി ഇളക്കിമറിച്ച എഡ്വേർഡ് മൈബ്രിഡ്ജിൻ്റെ സ്വന്തം ജീവിതം. അപകടത്തിൽപ്പെട്ട് ചോരവാർന്ന മരണവെക്കിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഉന്മാദത്തോളം എത്തിയ വിഷാദ നിമിഷങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഭാര്യയുടെ ചാരന് മുന്നിൽ വിഷണ്ണനായി ഒരു വിഡ്ഢിയെപ്പോലെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം മകൻ തൻ്റേതല്ല എന്നറിയുന്ന കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കൊലപാതകയാവേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുമുണ്ട്. മരണത്തിന് തുല്യമായ ആ ഓരോ അവസ്ഥയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ പുനർജനിക്കുന്ന എഡ്വേർഡ് മൈബ്രിഡ്ജ്. കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ജീവനോടെ നിവർന്നു നിൽക്കാൻ പ്രേരണയായത് ഫോട്ടോഗ്രാഫി ഒന്ന് മാത്രമായിരുന്നു. അതിന്മേലുള്ള നിരന്തരമായ പരീക്ഷണങ്ങളായിരുന്നു. അത് അദ്ദേഹത്തിന് സ്വന്തം ജീവിതം തന്നെയായിരുന്നു. ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാലെല്ലാം നിശ്ചലം. മുമ്പ് ഫോട്ടോഗ്രാഫിയിൽ ദൃശ്യങ്ങളൊക്കെ നിശ്ചലമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പോരാത്തതിന് നിറവുമില്ല, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എങ്കിലും പല നിശ്ചല ചിത്രങ്ങൾക്കും നിറവും മണവും ഉണ്ടെന്ന് തോന്നും, ജീവനുള്ളതുപോലെ തോന്നും. കാണുന്നവർ അവയൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നത്ര മിഴിവാർന്ന ജീവൻ തുടിക്കുന്ന ഫോട്ടോകൾ. ആ ആശയം ഒന്ന് സഫലീകരിക്കാനായിട്ട് പലരും പല വഴികളിലും ആലോചിച്ചുകൊണ്ടേയിരുന്നു. ചിത്രങ്ങളെ കറക്കിയും തിരിച്ചും മറിച്ചുമൊക്കെ അതിന് ജീവൻ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മാജിക് ലാൻറ്റേണും സ്റ്റീരിയോഗ്രാമും ഒക്കെ നിലയിൽ വന്നു. എങ്കിലും ചിത്രങ്ങൾക്കൊന്നും ജീവൻ്റെ ആ തുടിപ്പ് അങ്ങോട്ട് കൈവന്നില്ല. ചലനം അത്ര സുഗമമായില്ല, നാച്ചുറലായില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 1878 വരെ അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചതിന് ശേഷവും 19 വർഷങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ടായിരുന്നെങ്കിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫി മാത്രമേ അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി എല്ലാവരെയും ഫോട്ടോഗ്രാഫർമാർ ക്യാമറയ്ക്ക് മുന്നിൽ അനക്കാതെ നിർത്തിയിരുന്നു. ഒന്നനങ്ങിയാൽ അതോടെ തീർന്നു. ചിത്രം അവ്യക്തമാകും. പറക്കുന്ന പക്ഷികളും ഓടുന്ന മൃഗങ്ങളും ആടുകയും പാടുകയും ചെയ്യുന്ന മനുഷ്യരെയുമൊക്കെ നിശ്ചലമായ ഫ്രെയിമുകളിൽ ഒതുക്കി സംതൃപ്തി അടയേണ്ടി വന്നു അന്നത്തെ ഫോട്ടോഗ്രാഫർമാർക്ക്. അങ്ങനെ ഇരിക്കെ അതിവേഗക്കാരനായ പറക്കാൻ തന്നെ പ്രാപ്തിയുള്ള ഒരു കുതിരയെ സ്റ്റിൽ ഫ്രെയിമിൻ്റെ അകത്തളങ്ങൾ തുറന്ന് ചരിത്രത്തിൽ ആദ്യമായി പറക്കാനായി തുറന്നു വിടുകയാണ് ഒരാൾ, ഒരു ഫോട്ടോഗ്രാഫർ. ആ ആളുടെ പേരാണ് എഡ്വേർഡ് മൈബ്രിഡ്ജ്. അതാണ് ആദ്യത്തെ മൂവിങ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്, കാൽവെപ്പ്. നൂറ്റാണ്ട് കടന്നിട്ടും ആ കുതിരയുടെ ഓട്ടം ഇന്നും നമ്മുടെ കണ്ണുകളിൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കാരണം അതാണ് നമ്മളെ സിനിമയെന്ന മായാലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മൈബ്രിഡ്ജിനെ കുറിച്ച് പറയാതെ വയ്യ. ഓടുന്ന കുതിരയെ ലൈവായി ഫോട്ടോഗ്രാഫ് ചെയ്തുകൊണ്ട് ചലനചിത്രം സാധ്യമാക്കിയ അദ്ദേഹമാണ് സിനിമയുടെ ആദി പിതാവ്, എഡ്വേർഡ് മൈബ്രിഡ്ജ്. സിനിമയെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ എഴുതി വെക്കേണ്ട, ആലേഖനം ചെയ്യപ്പെടേണ്ട, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു പേര് തന്നെയാണിത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചാലഞ്ചിങ് ആയിട്ടുള്ള, ത്രസിപ്പിക്കുന്ന ജീവിത കഥയിലേക്ക് ഒന്നെത്തി നോക്കാം. ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തി പ്രദേശം. പർവ്വത നിരകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, വൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളുണ്ട്, വഴിമുടക്കുന്ന വന്യമൃഗങ്ങളുണ്ട്, കനത്ത പാറക്കൂട്ടങ്ങളുണ്ട്. അതിനൊക്കെ ഇടയിലൂടെ വളഞ്ഞു നീണ്ടു കിടക്കുകയാണ് ബട്ടർഫീൽഡ് റോഡ്. തപാൽ സർവീസിന് വേണ്ടി പഴയകാലത്ത് നിർമ്മിച്ച ദുർഘടം പിടിച്ച ഒരു റോഡാണത്. അതിലൂടെ 6 കുതിരകൾ ആഞ്ഞു വലിക്കുന്ന ഒരു സ്റ്റേജ് കോച്ച് അതിവേഗം പായുകയാണ്. വണ്ടിയിൽ നിറച്ചും യാത്രക്കാരുണ്ട്. അതിലൊരാൾ എഡ്വേർഡ് മൈബ്രിഡ്ജ്. 30 വയസ്സിൻ്റെ ഊർജം മുഴുവനുമുണ്ട്. സന്ധ്യാ നേരമാണ്. ഇരുള് വീണ് വഴികളടയാൻ ഇനി അധിക സമയമൊന്നുമില്ല. വഴിവിളക്കുകളില്ലാത്തത് കൊണ്ട് തന്നെ ഇരുട്ട് വീഴും മുമ്പ് ലക്ഷ്യത്തിലെത്തുകയും വേണം. അതുകൊണ്ട് വണ്ടി തിരിവുകളും വളവുകളും ഒക്കെ താണ്ടി അതിവേഗം പായുകയാണ്. കുതിരയുടെ ചാട്ടവാറ് കൊണ്ടടിച്ച് വേഗം കൂട്ടുകയാണ് വണ്ടിക്കാരൻ. ആ ഓട്ടത്തിൽ ബ്രേക്ക് എങ്ങാനും പോയാൽ എന്താവും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ബ്രേക്ക് പോകുന്നു, വണ്ടി ഒരു മരത്തിൽ ഇടിച്ച് ഛിന്ന ഭിന്നമായി പോകുന്നു, തകർന്ന് തരിപ്പണമാകുന്നു. ഡ്രൈവർ അടക്കം മുന്നിലുണ്ടായിരുന്നവരിൽ ഏതാനും പേർ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. പരിക്ക് പറ്റാത്തവർ ആരും തന്നെയില്ല. മൈബ്രിഡ്ജ് വണ്ടിയിൽ നിന്ന് തെറിച്ച് ഒരു പാറക്കല്ലിൽ ശക്തമായ തലയിടിച്ചാണ് വീഴുന്നത്. മരിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനാവില്ല. ചോരയിൽ കുളിച്ചാണ് കിടപ്പ്. പരിക്കുകൾ ഗുരുതരമാണ് തീർച്ച. എന്തായാലും നെഞ്ചിൽ നേരിയ ഒരു തുടിപ്പുണ്ട്. 1860 ജൂലൈ 22-ാം തീയതിയാണ് ദാരുണമായ ആ അപകടം സംഭവിക്കുന്നത്. നിലവിളികൾ കേട്ട് ഓടിക്കൂടാൻ ആ പരിസരത്തെങ്ങും ആളുകളില്ല.
അതുവഴി വന്ന മറ്റൊരു വണ്ടിയിലെ യാത്രക്കാരാവണം അവരെ കണ്ടെത്തുന്നത്. മൈബ്രിഡ്ജിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. 9ാമത്തെ ദിവസം അക്കൻസോയിലുള്ള ഫോർട്ട് സ്മിത്ത് ആശുപത്രി കിടക്കയിൽ ബോധം തെളിയുന്നുവെങ്കിലും കഴിഞ്ഞ ആ 9 ദിവസങ്ങളും പൂർണ്ണമായും ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. അപകടം നടക്കുന്നതിന് മുമ്പ് എവിടെയോ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചതാണ് അവശേഷിക്കുന്ന ഏക ഓർമ്മ. ഇപ്പോൾ അദ്ദേഹത്തിനൊന്നും വ്യക്തമായി കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. കാഴ്ച മങ്ങിപ്പോയിരുന്നു എന്ന് മാത്രമല്ല, കാണുന്നതൊക്കെയും ഇരട്ട രൂപങ്ങളാണ്, ഡബിൾ ഇമേജസ്. കേൾവി പരിമിതപ്പെട്ടിരിക്കുന്നു. മൂക്കിൽ നിന്ന് മണവും വായിൽ നിന്ന് രുചിയും ഒക്കെ പിൻവാങ്ങിയിരിക്കുന്നു. തലമുടി പൂർണ്ണമായും നരയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അത്ര ഭീകരമായിരുന്നു ആ വീഴ്ച. ആ അപകടം എഡ്വേർഡ് മൈബ്രിഡ്ജിനെ മാനസികവും ശാരീരികവുമായി തകർത്ത് കളയുന്നു. ഒരു തിരിച്ചുവരവ് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല, അദ്ദേഹം ഒഴിച്ച്. അതുകൊണ്ടാവും 9ാം ദിവസം അദ്ദേഹം പതുക്കെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്നത്. കാഴ്ച അവ്യക്തമായിരുന്നെങ്കിലും മനസ്സ് നിറഞ്ഞിരുന്നു. മാസങ്ങളുടെ ചികിത്സ വേണ്ടി വന്നു ഒന്ന് നേരെയാവാൻ. അദ്ദേഹത്തിന് വലിയ സങ്കടവും ദേഷ്യവുമാണ് തോന്നിയത്. സ്റ്റേജ് കോച്ച് ഡ്രൈവറുടെ അശ്രദ്ധ തൻ്റെ സ്വപ്നങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞിരിക്കുന്നു. കുറേ പേരുടെ ജീവനും എടുത്തിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാനായി അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകുന്നു. അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിറ്റിയുടെ ബഹളങ്ങളിൽ നിന്നും മറ്റ് പൊല്യൂഷനിൽ നിന്നെല്ലാം മാറി നിൽക്കാനായി അദ്ദേഹം അവിടെ നിന്ന് ഒരു ഉൾഗ്രാമത്തിലേക്ക് താമസം മാറ്റുന്നു. പുതിയ ഗ്രാമീണ ചുറ്റുപാടിൽ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം അപകടം വരുത്തിവെച്ച സ്റ്റേജ് കോച്ചിൻ്റെ ഉടമസ്ഥനെതിരെ നഷ്ടപരിഹാരത്തിന് ഒരു കേസ് കൊടുക്കുന്നു. $2500 എന്ന സാമാന്യം നല്ലൊരു തുക ആ വകയിൽ പിന്നീട് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അടിവെച്ചടി വെച്ച് ഒരു വടി പിടിച്ച് പതുക്കെ നടക്കാമെന്നായിട്ടുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അവിടെ അമ്മയുണ്ട്. പിന്നെ അവിടെയാണ് അദ്ദേഹം ജനിച്ചതും. 1830 ഏപ്രിൽ 9 ആണ് ജനനം. അപ്പോൾ നിറയെ പൂന്തോട്ടങ്ങളും അവ നിറയെ പൂക്കളുമുള്ള സുഗന്ധപൂരിതവും തെളിവാർന്നതുമായ ഇംഗ്ലണ്ടിലെ വസന്തകാലമായിരുന്നു. വില്യം വേർഡ്സ്വർത്ത് അടക്കമുള്ള കവികളെ സ്വാധീനിച്ച ഓക്സ്ഫോർഡ്, ലണ്ടൻ തുടങ്ങിയ വൻ നഗരങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് പതുക്കെ ഒഴുകുന്ന തെംസ് നദീ തീരത്തുള്ള മറ്റൊരു നഗരമായ കിങ്സ്റ്റൺ അപ്പോൺ തെംസ് ആണ് സ്വദേശം. എഡ്വേർഡ് ജെയിംസ് മൈബ്രിഡ്ജ്, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. പഴയ പേരുമായിട്ട് സ്വീകരിച്ച പേരാണത്. മുമ്പ് മഗരിഡ്ജ് എന്ന കുടുംബ പേരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഒറിജിനൽ ആംഗ്ലോ സാക്സൺ അല്ലെന്ന് കണ്ടാണ് മൈബ്രിഡ്ജ് എന്ന് മാറ്റിയത്. തൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങും അദ്ദേഹം അതിനനുസരിച്ച് മാറ്റിയിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്ഷനിസ്റ്റാണെന്ന് പറയാനാണ് പേരുമാറ്റത്തിൻ്റെ ഈ കാര്യം ഇവിടെ പരാമർശിച്ചത്. മൈബ്രിഡ്ജ് കുടുംബത്തിലെ ജോൺ സൂസന്ന ദമ്പതികളുടെ 2ാമത്തെ മകനായിട്ടാണ് ജനനം. അദ്ദേഹത്തിന് 3 സഹോദരന്മാർ. വീടിന് 2 നിലകളാണ്. മുകളിലത്തെ നിലയിൽ താമസം, താഴത്തെ നിലയിൽ കച്ചവടം. അതാണ് വരുമാന മാർഗം. ധാന്യങ്ങളും കൽക്കരിയുമായിരുന്നു പ്രധാന ചരക്കുകൾ. മൈബ്രിഡ്ജിൻ്റെ 13ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പൊടുന്നനെ മരിച്ചു പോകുന്നു. പിന്നെ അമ്മയാണ് കച്ചവടമൊക്കെ നോക്കി നടത്തുന്നത്. കുടുംബത്തിലെല്ലാവരും അമ്മയോടൊപ്പം അത് നടത്തിക്കൊണ്ടു പോകാനായിട്ട് പങ്കുചേരുന്നുണ്ട്. പക്ഷേ 2ാമത്തെ മകനായ എഡ്വേർഡ് വ്യത്യസ്തനായിരുന്നു. പുസ്തകങ്ങളോടാണ് പ്രണയം. നിറഞ്ഞ വായന, ഊണും ഉറക്കവും വിട്ട വായന. അത് അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ വിപുലീകരിക്കുന്നു, മാറ്റിമറിക്കുന്നു. ഈ ധാന്യ കച്ചവടവുമായി വീട്ടിലിരുന്നാൽ പോരാ എന്ന് തോന്നുകയാണ്. അവസരങ്ങളുടെയും പുരോഗമനത്തിൻ്റെയും നാടാണ് അമേരിക്ക എന്ന് അദ്ദേഹം വായനയിലൂടെ മനസ്സിലാക്കി വയ്ക്കുന്നുണ്ട്. എങ്ങനെയും അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു. 20ാം വയസ്സിൽ മുത്തശ്ശി സ്നേഹപൂർവ്വം നൽകുന്ന യാത്രാക്കൂലി പോലും വാങ്ങാതെ. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം പുതിയ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് അമേരിക്കയിലേക്ക് കപ്പൽ കയറുകയാണ്. പുസ്തകം തന്നെയായിരുന്നു മനസ്സിൽ. വായനയുടെ ലോകം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക, അതായിരിക്കണം ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം. ഇംഗ്ലണ്ടിൽ അച്ചടിച്ച പുസ്തകങ്ങൾ ഇറക്കുമതി ചെയ്ത് അമേരിക്കൻ നഗരങ്ങളിൽ വിൽക്കുക, ശരിക്കും അതാണ് അദ്ദേഹത്തിന് വ്യാവസായികമായി ചെയ്യാൻ കഴിയുന്നത്. അതിനുവേണ്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെ നാടും വീടും ഒക്കെ വിടുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു. തൻ്റെ വഴിയിൽ ഒറ്റയാനായതുകൊണ്ട് എല്ലാം അദ്ദേഹത്തിന് സ്വയം ചെയ്യണമായിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്നാണ് തുടക്കം. അമേരിക്കയിൽ കൂടുതൽ ആളുകൾ വായനയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങളുടെ നറുമണം ആളുകളെ കീഴ്പ്പെടുത്തിയിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ മൈബ്രിഡ്ജ് വൈകാതെ ലണ്ടൻ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ ഒരു ബുക്ക് ഏജൻ്റായി മാറുന്നു. ചൂടപ്പം പോലെയാണ് പുസ്തകങ്ങൾ വിറ്റത്. വില്യം ഷേക്സ്പിയറിൻ്റെ ഇല്ലസ്ട്രേറ്റഡ് കൃതികൾക്ക് വൻ ഡിമാൻഡായിരുന്നു.
കൂടാതെ കീറ്റ്സ്, ഷെല്ലി, വില്യം വേർഡ്സ്വർത്ത്, ചാൾസ് ഡീക്കൻസ് തുടങ്ങിയ പ്രമുഖരുടെയൊക്കെ കവിതകളും നോവലുകളും വായനക്കാർക്ക് വളരെ വളരെ പ്രിയപ്പെട്ടവയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ മൈബ്രിഡ്ജ് ന്യൂയോർക്കിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. ബാർലറ്റ് എന്നൊരാളുടെ കൂടെ ചേർന്ന് തൻ്റെ ബുക്ക് ഏജൻസി വിപുലീകരിക്കുന്നു. ഇക്കാലത്താണ് അദ്ദേഹം കാൾട്ടൺ വാക്കിൻസിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ്ങുകളുടെയും അതോടൊപ്പം പ്രശസ്തമായ മറ്റു പല പെയിൻറ്റർമാരുടെയും ചിത്രങ്ങളൊക്കെ ഫോട്ടോ പ്രിൻ്റുകളെടുത്ത് പുസ്തകങ്ങളോടൊപ്പം വിൽക്കാൻ തുടങ്ങുന്നത്. സ്ഥിരമായ ഫോട്ടോകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംഭവം അദ്ദേഹത്തിന് ഇഷ്ടമാവുന്നു. സ്വന്തമായി ഫോട്ടോകൾ എടുക്കാനുള്ള ആഗ്രഹവും ഉള്ളിൽ പതുക്കെ മുളയ്ക്കുകയാണ്. സൈലാസ് ടി സെല്ലാക്ക് എന്നൊരു സുഹൃത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നു. പതുക്കെ സ്വന്തമായി ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇക്കാലത്ത് പക്ഷേ അദ്ദേഹം എന്തു തരം ചിത്രങ്ങളാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അതിന് തെളിവുകളൊന്നുമില്ല. 1855 അദ്ദേഹം ന്യൂ ഓർലിൻസിലേക്ക് മാറുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് കാലിഫോർണിയയിലെത്തുന്നു. സ്വർണം പെറുക്കിയെടുക്കാൻ ആളുകൾ കാലിഫോർണിയയുടെ ഖനികളിലേക്ക് ഓടിക്കൂടിയ വിഖ്യാതമായ അമേരിക്കൻ ഗോൾഡ് റഷിൻ്റെ കാലമായിരുന്നു അത്. അങ്ങനെ ആളുകൾ ഓടിക്കൂടി ജനസംഖ്യ വർദ്ധിച്ചിട്ടാണ് കാലിഫോർണിയ ഒരു സംസ്ഥാനമായി രൂപപ്പെടുന്നത്. ആ കാലഘട്ടത്തെ നർമ്മബോധത്തോടെ അടയാളപ്പെടുത്തിയ ചാർലി ചാപ്ലിൻ്റെ പ്രശസ്തമായ ദ ഗോൾഡ് റഷ് എന്ന സിനിമ തന്നെയുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ സ്വന്തം ഷൂ പുഴുങ്ങി തിന്നുന്ന പ്രശസ്തമായ സീനൊക്കെ ഉള്ളതാണ് ആ സിനിമ. പലരും കണ്ടിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് കാലിഫോർണിയയെ പറ്റിയാണ്. അക്കാലത്ത് സ്വർണത്തിൽ മാറ്റുരയ്ക്കാത്തവർ കാലിഫോർണിയയിൽ വിരളമാണ് എന്ന് തന്നെ പറയണം. പക്ഷേ മൈബ്രിഡ്ജിന് സ്വർണ്ണ കച്ചവടമായിരുന്നില്ല. അവിടെയും അദ്ദേഹം പുസ്തക കച്ചവടം തന്നെ തുടരുകയായിരുന്നു. ലണ്ടൻ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ ഏജൻ്റായി തന്നെ തുടരുകയാണ്. ഓഫീസും സ്റ്റോറേജും മറ്റ് സാങ്കേതിക സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോൾ 40 ബുക്ക് സ്റ്റോറുകളും ഒരു ഡസൻ ഫോട്ടോ സ്റ്റുഡിയോകളും ഉണ്ടായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ്, മമതയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. ഡീസൻ്റായ വസ്ത്രം ധരിക്കുന്ന, നല്ല സ്റ്റൈലായി സംസാരിക്കുന്ന, പ്രസരിപ്പുള്ള ആ ഇംഗ്ലീഷ് യുവാവിനെ എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സുഹൃത്തുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് WH ഓക്ക് എന്നൊരു സുഹൃത്തിനോട് ചേർന്ന് ലിത്തോഗ്രാഫ് ചിത്രങ്ങളും അദ്ദേഹം വിൽക്കാൻ തുടങ്ങുന്നു. സാധാരണ പ്രിൻ്റ് ചെയ്ത ചിത്രങ്ങളെക്കാൾ മനോഹരമായിരുന്നു ലിത്തോഗ്രാഫ് ചിത്രങ്ങൾ. പരന്ന കല്ലോ അലുമിനിയം പോലെയുള്ള മെറ്റീരിയലുകളിലേക്കോ ചിത്രം വരച്ച് പകർത്തിയാണ് ലിത്തോഗ്രാഫ് ചിത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സ്വന്തമായി എടുത്ത ചില ഫോട്ടോഗ്രാഫുകളും അദ്ദേഹം ഇക്കാലത്ത് ഫോട്ടോ കാർഡുകളാക്കി രൂപപ്പെടുത്തി പുസ്തകങ്ങളോടൊപ്പം വിൽക്കാൻ തുടങ്ങുന്നു. ഫോട്ടോ കാർഡുകൾ ഒരു പുതിയ സംഭവമായതുകൊണ്ട് അതിനും ഒരുപാട് ആവശ്യക്കാരുണ്ടാവുകയാണ്. ഒരു ഏജൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അമേരിക്കയിലുടനീളം നിരന്തരം യാത്ര ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അന്നത്തെ മുഖ്യ വാഹനം പറഞ്ഞതുപോലെ കുതിരയും കുതിരവണ്ടികളുമൊക്കെ തന്നെയാണ്. ദീർഘയാത്രകൾക്ക് ഇന്നത്തെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളോട് ഉപമിക്കാവുന്ന 4-5 കുതിരകൾ വരിക്കുന്ന സ്റ്റേജ് കോച്ചുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം തൻ്റെ ബിസിനസ്സിന് അനിവാര്യമായിരുന്ന ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒരുപക്ഷെ മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് പോകണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ തോമസ് അമേരിക്കയിലെത്തുകയാണ്. മൈബ്രിഡ്ജ് സഹോദരനെ വിളിച്ചു വരുത്തിയതാണോ എന്നറിയില്ല. ഏതായാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തൻ്റെ പുസ്തക ഏജൻസി രേഖാമൂലം തന്നെ സഹോദരന് കൈമാറുകയാണ്. ഇനിയൊരു ബ്രേക്ക് എടുക്കാം. ഒരു യൂറോപ്യൻ യാത്രയുമാവും കുറച്ചു നാൾ അമ്മയോടൊപ്പം ചെലവഴിക്കാനായി കിങ്സ്റ്റൺ അപ്പോൺ തെംസ് വരെ പോകാം എന്നും അദ്ദേഹം കരുതുകയായിരുന്നു. പൊടുന്നനെയാണ് ജീവിതം തകിടമറിയുന്നത്. തീർത്തും അവിചാരിതം. ആ അപകടം അപ്പോഴാണ് സംഭവിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പരിപാലനം കൂടി ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല അമ്മായിയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എത്തിച്ചേരുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തെ ചികിത്സിച്ചത് ക്വീൻ വിക്ടോറിയയുടെ പേഴ്സണൽ ഡോക്ടർ കൂടിയായ സർ വില്യം ഗില്ലാണ്. നിരന്തരമായ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ വേണ്ടി തൊഴിൽ രംഗം മാറണമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചത് ഈ ഡോക്ടറാണ്. മൈബ്രിഡ്ജിന് പിന്നെ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയുന്നു. തന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് പറഞ്ഞു വിട്ടത് ഡോക്ടർ ഗില്ലാണെന്ന് പിന്നീട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രകൾ കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ യാത്ര അല്പമൊക്കെ കൂടുകയാണ് ഉണ്ടായത്. ഒപ്പം ഭാരമുള്ള ക്യാമറയും ഈ സ്റ്റാൻഡുമൊക്കെ ചുമക്കേണ്ടിയും വന്നിരുന്നു.
പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നില്ല. അങ്ങനെയൊന്നും ആലോചിക്കുന്നുമുണ്ടായിരുന്നില്ല. മനസ്സ് മറ്റൊരു വിധത്തിലായി കഴിഞ്ഞിരുന്നു. ശാരീരികമായ ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെളിവില്ലാതായെന്നാണ് പരിചയക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒന്നിനും ഒരു സ്ഥിരതയുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുന്ന, അനാവശ്യമായി പൊട്ടിത്തെറിക്കുന്ന ഒരു പരുക്കനായി മാറിയിരിക്കുന്നു അദ്ദേഹം. നാട്ടുകാരുടെ കളിയാക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയാവണം അദ്ദേഹം ഫോട്ടോഗ്രാഫിയിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങിയത്. ഒരു ബുക്ക് ഏജൻ്റ് ആയിരിക്കുമ്പോൾ ഒട്ടും പിശുക്കില്ലാതെ സംസാരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ അത്യാവശ്യത്തിന് മാത്രം എണ്ണിപ്പെറുക്കി വളരെ കുറച്ച് വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. നീണ്ട 7 വർഷങ്ങൾ അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ കഴിയുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറായി മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ്. പഴയ സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം അദ്ദേഹത്തിന് രൂപമാറ്റവും സംഭവിച്ചിരുന്നു. പഴയ ഭംഗിയൊക്കെ പോയിരിക്കുന്നു. പഴയതുപോലെ മേക്കപ്പിലും വസ്ത്രധാരണത്തിലും ഒന്നും ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒരാളായിട്ടാണ് മാറിയിരിക്കുന്നത്. സുസ്മേരവദനും നല്ല വാഗ്മിയുമായിരുന്ന അദ്ദേഹം മുൻകോപിയായ, ചുരുക്കമായി മാത്രം സംസാരിക്കുന്ന, വാക്കുപാലിക്കാൻ പോലും മറന്നുപോകുന്ന ഒരാളായി മാറിയിരിക്കുന്നു. ആരുമായിട്ട് അടുപ്പമൊന്നുമില്ല, ചങ്ങാത്തമൊന്നുമില്ല. ചിലപ്പോൾ ആരോടും ഒരു വാക്കുപോലും പറയാതെ നീണ്ട യാത്രകൾ തന്നെ അങ്ങ് പോകും, അലഞ്ഞു തിരിയും. മൈബ്രിഡ്ജിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നെല്ലാം ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. ഒരുപക്ഷെ നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ ഇടങ്ങൾ കണ്ടുപിടിക്കാനാവും ആ യാത്രകൾ എന്നൊക്കെ ഇന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നതും അദ്ദേഹത്തോട് പെരുമാറിയിരുന്നതും മറ്റൊരു തരത്തിലാണ്. ഒരു വട്ട് കേസ് എന്ന് വെറുതെ പറയാനേ പലർക്കും കഴിഞ്ഞുള്ളൂ. ആളുകൾക്ക് ആ ജീനിയസിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. പൊതുവെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും മികവ് തേടുന്ന ഒരു ഫോട്ടോഗ്രാഫറായും അദ്ദേഹം വേഗം തന്നെ അറിയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. റോബർട്ട് ഡബ്ല്യു വുഡ്വേർഡിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ചിത്രമെടുക്കാനാണ് അദ്ദേഹം ആദ്യം നിയോഗിക്കപ്പെടുന്നത്. അവിടുത്തെ മൃഗശാലയിലെ മൃഗങ്ങളുടെയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട വസ്തുക്കളുടെയും ഒക്കെ ഫോട്ടോകൾ അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കുന്ന ചിത്രങ്ങളാണ് അവയൊക്കെ. എല്ലാവരും വളരെ അതിശയത്തോടെയാണ് ആ ഫോട്ടോകൾ കണ്ടത്. അത്രയ്ക്കും വ്യത്യസ്തവും മനോഹരവുമായിരുന്നു അവ. അടുത്ത വർഷം ഹാർവർഡിലുണ്ടാകുന്ന ഒരു ഭൂമികുലുക്കത്തോട് ബന്ധപ്പെട്ട് തകർന്ന കെട്ടിടങ്ങളുടെയും അപകടത്തിൽപ്പെട്ട മനുഷ്യരുടെയും ഒക്കെ ചിത്രങ്ങൾ അദ്ദേഹം എടുക്കുന്നു. അവയൊക്കെയും ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. മുമ്പൊരിക്കലും അവർ കാണാത്ത തരത്തിലുള്ള ഫോട്ടോകളായിരുന്നു അവ. വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങൾ. അതൊക്കെ എങ്ങനെ എടുക്കാൻ കഴിയുന്നു, കമ്പോസ് ചെയ്യുന്നു എന്നൊരു പക്ഷേ മൈബ്രിഡ്ജിന് പോലും അറിയുമായിരുന്നില്ല. അങ്ങനെയൊന്നും അദ്ദേഹം ആലോചിക്കുന്നു പോലും ഉണ്ടാവില്ല. സൈക്കോളജിക്കലായി അദ്ദേഹം മറ്റൊരാളായി മാറിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ സൈക്കോളജിസ്റ്റ് പ്രൊഫസർ ആർതർ പി ഷിമമുറ മൈബ്രിഡ്ജിന് പറ്റിയ അപകടം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ മുൻഭാഗത്തെ സാരമായി ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ആ അപകടത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കൂടി തുടർന്ന് പറയുകയാണ്. തലച്ചോറിനേറ്റ ആ ക്ഷതം മൈബ്രിഡ്ജിനെ കൂടുതൽ ഇമോഷണലാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പഴയ കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും സൃഷ്ടിപരമായ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് സ്വതന്ത്രമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ആ ഒരു നിഗമനം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫിയിൽ അദ്ദേഹം അതിസമർത്ഥനാവുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയിലുള്ള കൈയടക്കം ബന്ധപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ് തന്നെ പല വലിയ പ്രോജക്റ്റുകളും മൈബ്രിഡ്ജിന് നേരിട്ട് നൽകുകയാണ്. അമേരിക്കൻ റെഡ് ഇന്ത്യൻസിൻ്റെ വാസസ്ഥലങ്ങളുടെ ചിത്രമെടുക്കലാണ് അവയിലൊന്ന്. റെയിൽവേ ട്രാക്കുകൾക്കും ഹൈവേ റോഡുകൾക്കുമൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുമൊക്കെയുള്ള ഫോട്ടോഗ്രാഫുകൾ എടുക്കാനും അദ്ദേഹം തന്നെയാണ് നിയോഗിക്കപ്പെടുന്നത്. അമേരിക്കയിലെ പടിഞ്ഞാറൻ തീരത്തുള്ള ലൈറ്റ് ഹൗസുകളുടെ ചിത്രമെടുക്കാനുള്ള ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൈറ്റ് ഹൗസ് ബോർഡിൻ്റെ പ്രോജക്റ്റും മൈബ്രിഡ്ജിന് തന്നെയാണ് നൽകുന്നത്. അന്നത്തെ കാലിഫോർണിയയെ അറിയണമെങ്കിൽ, അതിൻ്റെ പടിപടിയായുള്ള വളർച്ച കാണണമെങ്കിൽ മൈബ്രിഡ്ജിൻ്റെ ഫോട്ടോകൾ കണ്ടാൽ മതിയാവും എന്നാണ് പൊതുവെ പറയുക. മലകളും നദികളും താഴ്വാരങ്ങളും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ അദ്ദേഹം അതിസുന്ദരമായ ഫോട്ടോഗ്രാഫുകളാക്കി മാറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ യോസെമിറ്റി വാലിയിലേക്കുള്ള യാത്രകളും അപ്പോഴൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള പാറയും വെള്ളവും ഫോക്കസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ അതിപ്രശസ്തങ്ങളാണ്. അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫർ എന്നും അതിനുശേഷം അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങുകയാണ്. ഫോട്ടോകൾ കൂടുതൽ മിഴിവുറ്റതാക്കാൻ അവ പ്രിൻ്റ് ചെയ്യുന്ന കടലാസുകളും മികച്ചതാവണമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അങ്ങനെ വികസിപ്പിച്ചെടുത്ത്, അങ്ങനെ സ്വയം
വികസിപ്പിച്ചെടുത്ത പേപ്പറുകൾക്കും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ അദ്ദേഹത്തിന് പാറ്റൻറ്റും ലഭിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സ്വന്തമായി എടുത്ത ചിത്രങ്ങളുടെ സ്റ്റീരിയോഗ്രാഫുകൾ അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങുന്നത്. സ്റ്റീരിയോഗ്രാഫിൽ ഒരേ രീതിയിലുള്ള 2 ചിത്രങ്ങളുണ്ടാവും. ഇവ രണ്ടും ഒന്നിച്ച് ഈ സ്റ്റീരിയോഗ്രാഫിലൂടെ നോക്കുമ്പോൾ 3D മാനത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക. അന്നത് തീർച്ചയായും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അവരെ അത് ആഹ്ലാദിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള മൈബ്രിഡ്ജിൻ്റെ ഫോട്ടോഗ്രാഫിയിലെ ഇടപെടലുകളാണ് ഫോട്ടോഗ്രാഫിക്ക് കലാപരമായ ഒരു തലമൊക്കെ കൊണ്ടുവരുന്നത്. ഏറ്റവും ശ്രദ്ധയോടെ അദ്ദേഹം ചെയ്ത ഇത്തരം പ്രവൃത്തിയിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ജീവിതം തിരിച്ചു പിടിക്കുക കൂടിയായിരുന്നു. 41-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം ചെയ്യുന്നു. ഫ്ലോറ സ്റ്റോൺ എന്ന 21-കാരിയായിരുന്നു വധു. ലോറയുടെ 2ാമത്തെ വിവാഹമായിരുന്നു അത്. രണ്ടുപേരും തികച്ചും വ്യത്യസ്തരായിരുന്നു. മൈബ്രിഡ്ജ് എപ്പോഴും തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. പകൽ ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ രാത്രി മൊത്തം ഉണർന്നിരുന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക്കുകൾ വായിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ലോറയുടെ കൂടെ നാടകം കാണാനും കച്ചേരി കേൾക്കാനും ഒന്നും അദ്ദേഹം പോകാൻ കഴിയുമായിരുന്നില്ല. ലോറ എപ്പോഴും അത്തരം പരിപാടികൾക്കൊക്കെ തനിയാണ് പോയത്. അതിനൊക്കെ പുറമെ മൈബ്രിഡ്ജിനെ പലപ്പോഴും തൻ്റെ ഫോട്ടോഗ്രാഫിക് പ്രോജക്റ്റുകൾക്ക് വേണ്ടി നീണ്ട നാളുകൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമായിരുന്നു. അത് ലോറയ്ക്ക് ഒരു രഹസ്യ ബന്ധമുണ്ടാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. നാടക നിരൂപകനായ ഹാരി ലാക്കിൻസ് ആണ് ആ രഹസ്യ കാമുകൻ. ഒരു കുടുംബ സുഹൃത്ത് കൂടിയായിരുന്നു അയാൾ. എന്ന് വെച്ചാൽ മൈബ്രിഡ്ജിനും ഈ ലാർക്കിൻസിനെ അറിയാം എന്നാണ് അർത്ഥം. തങ്ങളുടെ വിവാഹശേഷം ലോറയ്ക്കുണ്ടാകുന്ന മകൻ തൻ്റേത് തന്നെയാണോ എന്നുപോലും മൈബ്രിഡ്ജ് സംശയിച്ചിരുന്നു. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ആ രഹസ്യ ബന്ധം ഒഴിവാക്കാനും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനുമായിട്ടാവണം മൈബ്രിഡ്ജ് ലോറയെ ദൂരെയുള്ള ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. ഇനിയും ആ ബന്ധം തുടർന്നാൽ തനിക്കത് സഹിക്കാനാവില്ല, താൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനുമാവില്ല എന്ന് അവരെ താക്കീത് ചെയ്യുന്നുമുണ്ട് അദ്ദേഹം. അതിനുശേഷമാണ് മൈബ്രിഡ്ജ് ലിലാൻ സ്റ്റാൻഫോർഡിന് വേണ്ടി ഓടുന്ന കുതിരയുടെ ചിത്രമെടുക്കാനായിട്ട് എത്തുന്നത്. കാലിഫോർണിയയുടെ മുൻ ഗവർണറായിരുന്ന സ്റ്റാൻഫോർഡിന് വേണ്ടി മുമ്പും അദ്ദേഹം ഫോട്ടോഗ്രാഫിൽ എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ എന്നതിൽ കവിഞ്ഞ പരിചയമൊന്നും അപ്പോഴുമില്ല. ആർക്കു വേണ്ടിയാണെങ്കിലും തൻ്റെ ജോലി തന്നെയായിരുന്നു അദ്ദേഹത്തിന് മുഖ്യം. എപ്പോഴും എന്ന പോലെ തൻ്റെ പ്രോജക്റ്റിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങുകയായിരുന്നു. മാസങ്ങളങ്ങനെ കടന്നു പോവുകയാണ്. നീണ്ട നാളുകൾ ഇപ്പോഴും ലോറയിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുന്നു എന്നുപോലും അദ്ദേഹം മറന്നു പോവുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് ചില സന്ദേശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ലോറ അവളുടെ രഹസ്യ കാമുകനുമായുള്ള ബന്ധം തുടരുകയാണ് എന്നതായിരുന്നു അതിലൊരു സന്ദേശം. പ്രകോപിതനായ മൈബ്രിഡ്ജ് ഒരു തോക്കുമായാണ് നാട്ടിലേക്ക് തിരിക്കുന്നത്. ജാരനെ നേരിൽ കാണുന്നു. എൻ്റെ ഭാര്യയുടെ ഒരു സന്ദേശം നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത് ചേർത്ത് നിർത്തി പോയിൻ്റ് ബ്ലാങ്കിലാണ് വെടിവെക്കുന്നത്. ലാർക്കിൻസ് തൽക്ഷണം മരിച്ചു വീഴുന്നു. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിച്ചളഞ്ഞൊരു കൊലപാതകമായിരുന്നു അത്. കാരണം ലാർക്കിൻസും അതിനേക്കാളുപരി മൈബ്രിഡ്ജും പ്രശസ്തരായ വ്യക്തികളായിരുന്നു. എന്തായാലും മൈബ്രിഡ്ജിന് അവിചാരിതമായി ഒരു കൊലപാതകി ആവേണ്ടി വരുന്നു. പക്ഷെ അത് ചെയ്ത ശേഷം പൊടുന്നിനെ അദ്ദേഹം ശാന്തനാവുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. കുറ്റമേറ്റു പറയുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നു പോകുന്നു. ഓടുന്ന കുതിര എന്ന പ്രോജക്റ്റ് നിന്നു പോകുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ പ്രോജക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ലിലാൻ സ്റ്റാൻഫോർഡിന് വലിയ പ്രതിസന്ധിയാകുമെന്ന് മൈബ്രിഡ്ജിന് അറിയാമായിരുന്നു. പക്ഷെ നിസ്സഹായനായി ജയിലിൽ കഴിയുക മാത്രമേ അപ്പോൾ അദ്ദേഹത്തിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ജയിലിലാണെങ്കിലും മൈബ്രിഡ്ജ് മറ്റൊരാളായിട്ട് വളരെ വേഗം തന്നെ മാറുകയായിരുന്നു. തടവ് ജീവിതവുമായി അദ്ദേഹം പൊരുത്തപ്പെടുകയാണ്. അവരിൽ ഒരാളായി അദ്ദേഹം ജീവിക്കുമ്പോഴും അന്തേവാസികൾ ആരും അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായി കാണുന്നില്ല. അദ്ദേഹത്തിന് സ്വയം കുറ്റബോധം തോന്നിയിരുന്നുമില്ല എന്ന് വേണം അനുമാനിക്കാനായിട്ട്. വളരെ ശാന്തനായിരുന്നു. വളരെ സാധാരണമായ രീതിയിലായിരുന്നു അവിടെയൊക്കെ അദ്ദേഹം പെരുമാറിയിരുന്നത്. ജയിൽ വാർഡന്മാരും മറ്റു അധികാരികളുമൊക്കെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെയും അതിലുപരി ബഹുമാനത്തോടെയുമാണ് കാണുന്നത്. അത് ജയിലിൽ ദുരിതമനുഭവിക്കുന്ന സഹതടവുകാരുടെ രക്ഷയ്ക്കായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. സഹതടവുകാരനായ ഒരു ചൈനക്കാരനോട് ജയിലധികാരികൾ കാണിച്ചു വന്ന അതിക്രൂരതയ്ക്ക് അറുതി വരുത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരാളുടെ ജന്മദേശം അയാളുടെ കുറ്റമല്ല. അതിൻ്റെ പേരിൽ ഒരാളെ വേറിട്ട ക്രൂരതകൾ കാണിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജയിൽ അധികൃതർക്ക് അത് കേൾക്കേണ്ടി വന്നു, അനുസരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. മൈബ്രിഡ്ജ് ജയിലിൽ കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ വേറെയും സംഭവിക്കുന്നുണ്ട്. അതിൽ മുഖ്യമായ ഒന്ന്
സ്റ്റാൻഫോർഡ് മൈബ്രിഡ്ജിനെ ബന്ധപ്പെടുന്നതാണ്. മൈബ്രിഡ്ജിന് വേണ്ട നിയമസഹായം നൽകാനായി തൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ പ്രഗത്ഭനായ പെന്താഗസ് എന്ന വക്കീലിനെ സ്റ്റാൻഫോർഡ് ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. കോടതി ചെലവുകളും പൂർണ്ണമായും അദ്ദേഹം ഏറ്റെടുക്കുന്നു. വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു അപകടത്തോടെ മനസ്സിൻ്റെ ബാലൻസ് തെറ്റിയ ഒരാളാണ് മൈബ്രിഡ്ജ് എന്നും അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടണം എന്നതുമായിരുന്നു കോടതിയിൽ പെന്താഗസ് ഉന്നയിച്ച പ്രധാന വാദം. അമേരിക്ക ആകെ അറിയപ്പെട്ട ഒരു കുറ്റവിചാരണയാണ് നടന്നുകൊണ്ടിരുന്നത്. രണ്ട് സൈഡിലും ആളുണ്ടായിരുന്നു. മൈബ്രിഡ്ജ് ചെയ്ത് തെറ്റാണ്, ഭ്രാന്താണെങ്കിൽ അദ്ദേഹത്തെ വല്ല സാനിറ്റോറിയത്തിലും അടയ്ക്കണം എന്ന് ചെറിയതാണെങ്കിലും ഒരു വിഭാഗം പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്തതിൽ തെറ്റില്ല. ജാരനായ ലാർക്കിൻസിന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ലഭിച്ചത് എന്നാണ് ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടത്. എന്തായാലും നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, മൈബ്രിഡ്ജിനെ കോടതി വെറുതെ വിടുകയാണ്. അദ്ദേഹം ചെയ്ത കൊലപാതകം പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് അതിനെ ന്യായീകരിക്കാവുന്ന ഒരു കൊലപാതകമായിട്ടാണ് കോടതി കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസികമായ പിരിമുറുക്കവും അതിന് കാരണമായി എന്നും കോടതി പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലുള്ള കുറ്റം ഒഴിവാക്കപ്പെടുകയും ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയുമായിരുന്നു. ഇത്രയും പ്രതിഭാശാലിയായ ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് രാജ്യത്തിന് വലിയ നഷ്ടമാണെന്ന് കൂടി കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നും ലിലാൻഡ് സ്റ്റാൻഫോർഡിൻ്റെ സ്വാധീനം അതിന് പുറകിലുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ മൈബ്രിഡ്ജ് ഏതാനും മാസങ്ങളോളം സ്റ്റാൻഫോർഡിൻ്റെ സ്വന്തം കമ്പനിയായ യൂണിയൻ പസഫിക് റെയിൽ റോഡിന് വേണ്ടി ഫോട്ടോകൾ എടുക്കാനായിട്ട് തെക്കേ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഏതാനും മാസങ്ങൾ അവിടെ ആ ഫോട്ടോഗ്രാഫുകൾ എടുത്തുകൊണ്ട് ചെലവഴിക്കുന്നുമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും സ്റ്റാൻഫോർഡിൻ്റെ ഓടുന്ന കുതിര എന്ന ഈ പ്രോജക്റ്റിലേക്ക് തിരിച്ചെത്തുന്നത്. പിന്നെയും വർഷങ്ങളെടുത്തു ഫോട്ടോഗ്രാഫിയിലെ ആ ആദ്യ ചലനം ഒന്ന് സാധ്യമാക്കിയെടുക്കാനായിട്ട്. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഷട്ടർ സ്പീഡ് 1 സെക്കൻഡിനേക്കാൾ കൂട്ടാനായിട്ട് മൈബ്രിഡ്ജിന് കഴിയുന്നു. എന്നുവെച്ചാൽ കൂടുതൽ സെൻസിറ്റീവായ ഇമൽഷൻ വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോട്ടോ പ്ലേറ്റിൽ ചിത്രം പതിയുന്ന പ്രതലം അല്ലെങ്കിൽ ആ ഭാഗത്തെയാണ് ഇമൽഷൻ എന്ന് പറയുക, മറുഭാഗം ഗ്ലേസ് എന്നറിയപ്പെടുന്നു. അങ്ങനെ ഷട്ടർ സ്പീഡിൻ്റെ വേഗം കൂട്ടി 1 സെക്കൻഡിനേക്കാൾ കൂടിയ വേഗത്തിൽ തന്നെ അത് സാധ്യമാക്കുന്നുണ്ട്. മുമ്പ് വേണ്ടിയിരുന്നത് 2 സെക്കൻഡായിരുന്നു എന്നോർക്കണം. 2 സെക്കൻഡായിരുന്നു ഷട്ടർ സ്പീഡ്. ഫോട്ടോഗ്രാഫിയിലെ വലിയൊരു മുന്നേറ്റമാണ് മൈബ്രിഡ്ജ് നേടിയെടുത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ചലനം ഫോട്ടോഗ്രാഫ് ചെയ്യാൻ ഒരു ഫ്രെയിം മതിയാകില്ലെന്ന് വളരെ കാലം മുമ്പ് തന്നെ മൈബ്രിഡ്ജ് മനസ്സിലാക്കി വച്ചിരുന്നു. കുതിരയുടെ ഓട്ടം ഒന്നിലേറെ ഫ്രെയിമുകളിൽ എടുക്കേണ്ടി വരും. അതിനുവേണ്ടി ഒന്നിലേറെ ക്യാമറകൾ ഉപയോഗിക്കേണ്ടി വരും. അതിൽ 1 or 2 ഫ്രെയിമുകളിൽ കുതിരയുടെ 4 കാലുകൾ നിലത്ത് നിന്ന് പൊങ്ങിയിരിക്കുന്നതും ആലേഖനം ചെയ്യാനാവും. അത് തുടക്കം മുതലേ മൈബ്രിഡ്ജ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും. അങ്ങനെയാണ് കുതിര ഓടുന്ന ട്രാക്കിലേക്ക് ക്യാമറയുടെ വയറുകൾ നീട്ടിവെക്കുന്നത്. സ്റ്റാൻഫോർഡിൻ്റെ ഓക്സിഡൻറ്റ് എന്ന കുതിര ഉപയോഗിച്ച് പൂട്ടിയ വലിയ ചക്രങ്ങളുള്ള ഒരു വണ്ടി കെട്ടിയെടുത്ത് നടത്തിയ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുന്നു. വയറുകളിലൂടെ ചക്രം ഉരുളുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കൊണ്ട് ക്യാമറയുടെ ഷട്ടറുകൾ തുറക്കുകയും അടയുകയും ചെയ്യും. അങ്ങനെ ഒടുവിൽ അല്പം വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ ചലനം സാധ്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അതിനൊന്നല്ല, ഒരു നിര ക്യാമറകൾ വേണം, ഓരോന്നും ഒന്നിനു പുറകെ ഒന്നായി പ്രവർത്തിപ്പിക്കുകയും വേണം എന്നും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ മിന്നും ജയം, ഫോട്ടോഗ്രാഫിയിലെ ഈ കുതിപ്പ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമയമായി എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനായി ന്യൂയോർക്കിൽ നിന്ന് ഏറ്റവും മികച്ച 12 ക്യാമറകളും ലണ്ടനിൽ നിന്ന് ഏറ്റവും നൂതനമായ ലെൻസുകളുമൊക്കെ വരുത്തി തയ്യാറാക്കി വെച്ചിരിക്കുക. സംഭവം ലോകസമക്ഷം അവതരിപ്പിക്കാനുള്ള സമയവും സ്ഥലവും സ്റ്റാൻഫോർഡ് ഒടുവിൽ പ്രഖ്യാപിക്കുകയാണ്. 1878 ജൂൺ 19 തിരഞ്ഞെടുത്ത ആ ചരിത്ര ദിവസം. ഓർമ്മ വെച്ചോളൂ, 1878 ജൂൺ 19. പാലോ ആൾട്ടോയിലെ റേസ് ട്രാക്കാണ് തിരഞ്ഞെടുത്ത സ്ഥലം. ഫോട്ടോകൾ എടുക്കുന്നതിന് മുമ്പ് മൈബ്രിഡ്ജ് അതിനു വേണ്ടി വൻ സന്നാഹങ്ങളാണ് നടത്തുന്നത്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം കട്ടൻ കെട്ടിയും കുമ്മായമടിച്ചും വെളുപ്പിച്ചെടുക്കുന്നു. കാരണം ഓടാനായി പരിശീലിപ്പിച്ചൊരുക്കിയിട്ടുള്ള കുതിര ഇരുണ്ടതാണ്. ഇരുണ്ട ആ കുതിര പാഞ്ഞു വരുന്നത് ഫോട്ടോ പ്ലേറ്റിൽ വ്യക്തമായി പതിയണമെങ്കിൽ പശ്ചാത്തലം പൂർണ്ണമായും വെളുപ്പിച്ചിരിക്കണം എന്നതാണ്. പിന്നെ ഒരു ഡസൻ ക്യാമറകൾ നിരത്തി വയ്ക്കുന്നു. ട്രാക്കിൽ 12 സ്ട്രിപ്പ് വയറുകൾ ഘടിപ്പിക്കുന്നു. ഓരോന്നും ഓരോ ക്യാമറയുമായി ബന്ധിപ്പിക്കുന്നു. കുതിര കുതിക്കുമ്പോൾ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറയുടെ ഷട്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി തുറക്കുകയും കുതിരയുടെ ചലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പരിചയസമ്പന്നനായ ജോക്കി ഗിൽബർട്ട് ഡോം ഓടിക്കുന്ന സ്റ്റാൻഫോർഡിൻ്റെ സ്വന്തം
സാലി ഗാർണർ എന്ന കുതിരയാണ് ചരിത്രം സൃഷ്ടിച്ച ആ നിമിഷങ്ങളിലേക്ക് ഓടിക്കയറുന്നത്. മൈബ്രിജിൻ്റെ ക്യാമറകൾ കുതിരയുടെ കാലുകളുടെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്നു. 1/1000 ഓഫ് എ സെക്കൻഡ് ആയിരുന്നു ഷട്ടർ സ്പീഡ്. അങ്ങനെ ഓടുന്ന കുതിരയുടെ പടം സ്റ്റാൻഫോർഡിന് വേണ്ടി മൈബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുകയാണ്. അതിവേഗം ഓടുമ്പോൾ കണ്ണിന് കാണാൻ കഴിയാത്ത കുതിരയുടെ കാലുകളുടെ സ്ഥാനമാറ്റങ്ങളടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും ആദ്യമായിട്ടാണ് ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെടുന്നത്. അതിൽ 2 ഫോട്ടോകളിൽ കുതിരയുടെ 4 കാലുകളും നിലത്ത് നിന്ന് പൊങ്ങിയ നിലയിൽ തന്നെയാണ്. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാണത്. യഥാർത്ഥത്തിൽ ചലനം പകർത്താൻ ഒരു ഫോട്ടോ മതിയാകില്ല, ഒന്നിലധികം ഫോട്ടോകൾ വേണം. ഒരു നിര ഫോട്ടോകൾ തന്നെ വേണം. അവ ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായ സ്പീഡിൽ ഓടിക്കുകയും വേണം. ഒരു ക്യാമറ ഉപയോഗിച്ചല്ല, മറിച്ച് തുടർച്ചയായി ട്രിഗർ ചെയ്ത 12 ക്യാമറകളുടെ ഒരു പരമ്പര തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ചലിക്കുന്ന ഒരു കുതിരയുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യ മൈബ്രിഡ്ജ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്നാണ് ചലനചിത്രത്തിൻ്റെ തുടക്കം, സിനിമയുടെ തുടക്കം. എന്നിട്ടും ഒട്ടേറെ പേർക്ക് അതൊന്നും അപ്പോൾ വിശ്വസിക്കാനാവുന്നില്ല. എക്കാലത്തും അങ്ങനെ കുറേ ആളുകൾ കാണും. എന്തോ കള്ളത്തരം അല്ലെങ്കിൽ മായാജാലം കാണിച്ചിരിക്കുന്നു എന്നാണ് അവർക്ക് പറയാനുള്ളത്. ചലിക്കുന്ന ഫോട്ടോ അസാധ്യമാണെന്ന് തന്നെ അവർ പറയുന്നു. അവരെ കുറ്റം പറയാനുമാവില്ല. അതിനു മുമ്പ് അങ്ങനെ ഒരു ഫോട്ടോ അവരാരും എടുത്തിട്ടില്ല, അവരാരും കണ്ടിട്ടുമില്ല. ഓടുന്ന കുതിരയുടെ ഫോട്ടോകൾ വ്യാജമാണെന്ന ആരോപണത്തിന് പതുക്കെ ശക്തിയേറുകയാണ്. പത്രമുതലാളിയുടെ സ്വാധീനം അതിന് പുറകിലുണ്ടോ എന്നറിയില്ല. പത്രപ്രവർത്തകർക്ക് നെഗറ്റീവുകൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് മൈബ്രിഡ്ജ് ആ ആരോപണങ്ങളെയൊക്കെ നേരിടുന്നത്. താനെടുത്ത കുതിരയുടെ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ നിർമ്മിച്ച ലാൻഡ് ആൻഡ് സ്ലൈഡ് പ്രോജക്റ്റിലൂടെ പിന്നീട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓടുന്ന കുതിരയുടെ നിശ്ചല ചിത്രങ്ങളുടെ പരമ്പര അങ്ങനെയാണ് ലോകത്തിനു മുമ്പാകെ അദ്ദേഹം അവതരിപ്പിച്ചത്. പക്ഷേ അവ ഒരു പ്രത്യേക സ്പീഡിൽ ഓടിക്കുമ്പോൾ കുതിര ഓടുന്നതായിട്ട് നമുക്ക് കാണാം. ചലനചിത്രം അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. നിശ്ചലമാണ് ഓരോ ഫ്രെയിമും, ചലനം മിഥ്യയാണ്. കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന സവിശേഷതയാണ് അതിന് കാരണം. കണ്ട കാഴ്ച മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും അല്പനേരം കൂടി കണ്ണിൻ്റെ റെറ്റിന ആ കാഴ്ച, ആ ദൃശ്യം അല്ലെങ്കിൽ ആ ഇമേജ് നിലനിർത്തുന്നു എന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന സവിശേഷത. ഇതാണ് ചലച്ചിത്രത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം. അത് മനസ്സിലാക്കിയതും ചലനചിത്രത്തിന് വേണ്ടി പ്രാവർത്തികമാക്കുന്നതും എഡ്വേർഡ് മൈബ്രിഡ്ജാണ്. ദ ഹോഴ്സ് ഇൻ മോഷൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം എഴുതാനായി സ്റ്റാൻഫോർഡ് ഡോക്ടർ JBD സ്റ്റിൽമാനെ ചുമതലപ്പെടുത്തുന്നു. 1882 പുറത്തിറങ്ങുന്ന ആ പുസ്തകത്തിൽ ആ ചലനചിത്ര നിർമ്മാണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സ്റ്റാൻഫോർഡിന് മാത്രമായിരുന്നു. ഫോട്ടോഗ്രാഫർ മൈബ്രിഡ്ജിനെ തനിക്ക് വേണ്ടി പണിയെടുത്ത ഒരു തൊഴിലാളി മാത്രമായി കാണാനേ സ്റ്റാൻഫോർഡിന് കഴിഞ്ഞുള്ളൂ എന്നത് ഖേദകരമായിട്ടുള്ള അവസ്ഥയാണ്. ആശയം നൽകി, അത് സാക്ഷാത്കരിക്കാൻ വേതനവും നൽകി എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ ചലനചിത്രത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സ്റ്റാൻഫോർഡിന് മാത്രമാക്കിയത് മൈബ്രിഡ്ജിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. സ്വാഭാവികമാണ്. സ്റ്റാൻഫോർഡ് മൈബ്രിഡ്ജ് കൂട്ടുകെട്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായിരുന്നു. പക്ഷേ അത് മുറിയുകയാണ് ഇവിടെ. പിന്നീട് ചലച്ചിത്ര ലോകത്ത് ഇത്തരം അനവധി മുറിവുകളാണ് സംഭവിക്കുന്നത് ക്രെഡിറ്റിൻ്റെ പേരിൽ. ദ ഹോഴ്സ് ഇൻ മോഷനിൽ മൈബ്രിഡ്ജിന് ആവശ്യമായ ക്രെഡിറ്റ് ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് പറഞ്ഞു വെച്ചിരുന്ന ഏതാനും പ്രോജക്റ്റുകൾ ഇമ്മീഡിയറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെ മോഷൻ പിക്ചർ റിസർച്ച് പ്രോജക്റ്റ്. പക്ഷേ അദ്ദേഹം നിരാശനൊന്നും ആവുന്നില്ല. ജീവിതം മുഴുവനും കടുത്ത പ്രതിസന്ധികളെ മറികടന്നിട്ടുള്ള മൈബ്രിഡ്ജിന് അതിനെയും മറികടക്കാൻ കഴിയും. അദ്ദേഹം ഫോട്ടോഗ്രാഫിയിലെ തൻ്റെ പരീക്ഷണങ്ങൾ നിശബ്ദം തുറന്നുകൊണ്ടിരുന്നു. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, സ്റ്റാൻഫോർഡിൻ്റെ പുസ്തകം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. മൈബ്രിഡ്ജിനൊന്നും നഷ്ടമാവുന്നതുമില്ല. റോയൽ സൊസൈറ്റി നിരാകരിച്ച പഴയ ഓഫർ പുതുക്കി കൊണ്ടുവരികയാണ്. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി മൈബ്രിഡ്ജിൻ്റെ പുതിയ പ്രോജക്റ്റുകൾക്ക് ഫണ്ടുമായിട്ടാണ് എത്തുന്നത്. 1884 മുതൽ 1887 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഫണ്ട് ഉപയോഗിച്ചാണ് മറ്റു മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ അനവധി ചലിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം എടുക്കുന്നത്. ഏകദേശം 100,000 ചിത്രങ്ങൾ എന്നാണ് കണക്ക്. മൃഗശാലകളിൽ നിന്നാണ് അദ്ദേഹം ആവശ്യമായ മൃഗങ്ങളെയൊക്കെ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മനുഷ്യ മോഡലുകളെ സ്ത്രീ ആയാലും പുരുഷനായാലും അവയവങ്ങളുടെ ചലനങ്ങൾ കൃത്യമായിരിക്കാൻ വേണ്ടി പലപ്പോഴും പൂർണ്ണ നഗ്നതയിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. ശാസ്ത്രത്തിനും ചിത്രകലയ്ക്കും മുതൽക്കൂട്ടായ ആ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആനിമൽ ലോക്കോമോഷൻ ആൻഡ് ഇലക്ട്രോ ഫോട്ടോഗ്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് ഫേസസ് ഓഫ് ആനിമൽ മൂവ്മെൻറ്റ്സ് എന്നൊരു പുസ്തകവും അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിനിടയിൽ തൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പുതിയ പ്രോജക്ടറും അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. സൂപ്രാക്സിസ്കോപ്പ് എന്നാണ് ആ പ്രോജക്ടറിൻ്റെ പേര്.
ഗ്ലാസ് ഡിസ്കിൽ പ്രിൻ്റ് ചെയ്ത നിശ്ചല ചിത്രങ്ങളുടെ തുടർച്ച ഒരു നിശ്ചിത വേഗത്തിൽ കറക്കിക്കൊണ്ടാണ് സൂപ്രാക്സിസ്കോപ്പിൽ അദ്ദേഹം ചലനം സൃഷ്ടിക്കുന്നത്. തൻ്റെ ചിത്രങ്ങളും പ്രോജക്ടറുമായി അദ്ദേഹം അമേരിക്കയിലുടനീളവും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ യാത്ര ചെയ്ത് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. ഇംഗ്ലണ്ടിലെ റോയൽ അക്കാദമി ഓഫ് ആർട്സിലും റോയൽ സൊസൈറ്റിയിലും അദ്ദേഹം തൻ്റെ ചിത്രങ്ങളുമായി എത്തുന്നുണ്ട്. ഇന്നത്തെ സിനിമയുടെ ആദ്യത്തെ മാതൃക എന്ന് വിശേഷിപ്പിക്കാവുന്ന സൂപ്രാക്സിസ്കോപ്പിൻ്റെ സഹായത്തോടെ നടത്തിയ ആ പ്രഭാഷണ പരമ്പരകളൊക്കെ ഒരുപാട് പേരെ ആകർഷിച്ചിരുന്നു. ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ കാണാനായിട്ട് വളരെ കൗതുകത്തോടെയാണ് ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അമേരിക്കയിലും യൂറോപ്പിലുമായി വിജയകരമായ 1900 വരെ അദ്ദേഹം തൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് രോഗബാധിതനായ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക്, സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. 1904 പ്രോസ്ട്രേറ്റ് ക്യാൻസർ ബാധയെ തുടർന്ന് അദ്ദേഹം മരിക്കുമ്പോൾ ലക്ഷത്തിലധികം ചലനചിത്ര മാതൃകകളും അത്രയും തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫുകളും സ്റ്റീരിയോഗ്രാഫുകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന വിലമതിക്കാനാവാത്ത ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടാണ് തോമസ് ആൽവ എഡിസണും ലൂമിയ ബ്രദേഴ്സുമൊക്കെ രംഗത്തെത്തുന്നത്. അവരൊക്കെ ആളുകൾ നടക്കുന്നതും ചിരിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതുമൊക്കെ ചിത്രീകരിച്ചു. അതൊക്കെ ആക്ച്വാലിറ്റികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആക്ച്വാലിറ്റികൾ ഉപയോഗിച്ചാണ് ലൂമിയ ബ്രദേഴ്സ് ലോകത്തെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമാ പ്രദർശനം നടത്തുന്നത്. അവയെപ്പറ്റിയൊക്കെ അടുത്ത വീഡിയോകളിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. Bye.